കൊച്ചി കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ സംഭവം അത് നമ്മൾ ഇന്നലെ ഞെട്ടിച്ച സംഭവമാണ്. അതിലിപ്പോൾ കൂടുതൽ പേരുടെ അറസ്റ്റിന് സാധ്യതയുണ്ട് എന്നൊരു വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തുവരുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. അതെ, സാങ്കേതിക സർവകലാശാലയുടെ അന്വേഷണവും ഇന്ന് ആരംഭിക്കുകയാണ്. അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. അശ്വിൻ, വെരി 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 ഗുഡ് മോർണിംഗ്. അശ്വിൻ, എന്താ അശ്വിൻ ഈ കേൾക്കുന്നത്? കൊച്ചി പഴയ കൊച്ചി അല്ല എന്നാണോ? അതുപോലെ തന്നെ ഈ സാങ്കേതിക സർവകലാശാല ഇന്ന് കാര്യത്തിൽ അന്വേഷണം നടത്തുകയുമാണല്ലോ. പൂർവ്വ വിദ്യാർത്ഥികളിലേക്കൊക്കെ അന്വേഷണം നീളുന്നുമുണ്ടല്ലോ. ക്രിസ്റ്റിന പ്രജിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായൊരു ദിവസം കൂടിയാണ്. കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോലീസ് കടക്കാൻ ആലോചിക്കുന്നത് ഇന്ന് ആരംഭിക്കുകയാണ്. കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ക്യാമ്പസിനകത്തേക്ക്, ഈ ഹോസ്റ്റലിനുള്ളിലേക്ക് എങ്ങനെ കഞ്ചാവ് എത്തി എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നത് തന്നെയാണ്. ഈ കളമശ്ശേരി പോളിടെക്നിക് കോളേജ് എന്ന് പറയുന്നത് ആർക്കും ഏതു വഴിയും യഥേഷ്ടം അകത്തേക്ക് കയറാൻ കഴിയുന്നൊരു ക്യാമ്പസാണ്. അതിന് മുമ്പിലൊരു ഗേറ്റ് ഒഴിച്ചാൽ മറ്റ് 4 വഴികളും തുറന്നു കിടക്കുകയാണ്. മതിലെല്ലാം പൊളിഞ്ഞു കിടക്കുന്ന ഒരു സർക്കാർ കോളേജാണ്. അവിടേക്ക് ഏതു വഴിയും ആളുകൾക്ക് എങ്ങനെയും കയറാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ളവർ ഇങ്ങനെ കഞ്ചാവ് എത്തിച്ചു എന്നുള്ള ആരോപണത്തെ പോലീസിന് തള്ളിക്കളയാനും ആവില്ല. അവിടെ മറ്റ് പരിശോധനകളൊന്നും കൂടാതെ അകത്ത് കയറാൻ കഴിയുന്നൊരു സാഹചര്യത്തിൽ എന്തായാലും പൂർവ്വ വിദ്യാർത്ഥികളിലേക്കാണ് പോലീസ് പ്രധാനമായും അന്വേഷണം നീട്ടുന്നത്. ഒപ്പം ഈ കളമശ്ശേരി, കൊച്ചി, എടപ്പള്ളി പ്രദേശങ്ങളിലേക്ക് സ്ഥിരമായി കഞ്ചാവ് വിതരണം ചെയ്യുന്ന ആളുകളുണ്ട്. അത് പോലീസിൻ്റെ ലിസ്റ്റിലുള്ളവരാണ്. അവരിലേക്ക് കൂടി അന്വേഷണം നീട്ടുന്നുണ്ട്. ഇവർ ഏതെങ്കിലും വിധേന ഇവർ വഴിയാണോ കഞ്ചാവ് എത്തിയതെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം വിദ്യാർത്ഥികളുടെ മറ്റ് പുറത്തേക്കുള്ള ബന്ധങ്ങളിലേക്കും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. സമീപകാലങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്ത വിദ്യാർത്ഥികളെ പോലീസ് സോർട്ട് ഔട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അവരെയൊക്കെ വിശദമായി തന്നെ അവരുടെയൊക്കെ മൊഴിയെടുക്കും. ഒപ്പം ഇന്ന് മറ്റൊരു നിർണായക സംഭവം കൂടിയുണ്ട്. പോലീസിനെ സംബന്ധിച്ച് പോലീസിനെതിരെ SFI ഇന്നലെ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. പോലീസിന്റെ ഇടപെടൽ ഈ കേസിൽ കാര്യങ്ങൾ വിശദമായി പഠിക്കാതെയുള്ള ഒരു ഇടപെടലാണ് നടത്തിയത്. ആരോപണം ഈ വെറുതെ സാധാരണക്കാരായ വിദ്യാർത്ഥികളെ കേസിൽ പ്രതിയാക്കി എന്നുള്ള ആരോപണമൊക്കെ ഉണ്ട്. ആ ആരോപണങ്ങളെല്ലാം ചേർത്ത് ഇന്ന് ആഭ്യന്തരമന്ത്രിക്കും DGPക്കും SFI പരാതി നൽകുകയാണ്. അത് SFIയുടെ പരാതി ആയതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ വെറുതെ തള്ളിക്കളയാനാവില്ല. അതിൽ സർക്കാർ നിലപാട് എന്താണ് എന്നുള്ളത് ഇന്ന് അറിയാൻ കഴിയും. ഒപ്പം ഇന്നലെ MSFന്റെ നേതൃത്വത്തിൽ ഒരു അസാധാരണമായ പ്രകടനം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നിരുന്നു. അത് പോലീസിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ്. ഈ കഞ്ചാവ് കേസിലൊക്കെ സർക്കാരിൻ്റെ ഇടപെടലിനും അപ്പുറത്തേക്ക് പോലീസിന് ഇടപെടാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പോലീസിന് അഭിവാദ്യം ഞങ്ങൾ അർപ്പിക്കുന്നു, ഐക്യദാർഢ്യം നേരുന്നു എന്നുള്ള ഒരു ആശയം ഉയർത്തിയായിരുന്നു ഇന്നലെ MSFന്റെ പ്രകടനം. ഇന്ന് പോലീസിനും കോളേജ് അധികൃതർക്കുമെതിരെ വിവിധ സംഘടനകൾ ക്യാമ്പസിലേക്ക് പ്രകടനവും നടത്തുന്നുണ്ട്. ക്രിസ്റ്റിന. അശ്വിൻ, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി കൂടി മാറുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ്. SFI ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം പറയുന്നു ഇതിൽ SFIക്ക് പങ്കില്ല. അഭിലാഷ് എന്ന് പറയുന്ന ഇവിടുത്തെ പ്രാദേശിക നേതാവിനെ സംബന്ധിച്ച് ഒക്കെയുള്ള മറുപടി കണ്ടു. പിന്നീട് അതിനെ തള്ളിക്കൊണ്ട് സംസ്ഥാന നേതൃത്വം രംഗത്ത് വരുന്നു. SFI സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു അതിലൊരു ജാഗ്രതക്കുറവുണ്ടായിട്ടുണ്ട് എന്ന പ്രതികരണം വരുന്നു. അതേസമയം KSUവിനെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് KSU സംസ്ഥാന പ്രസിഡന്റ് വന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു ഇതിൽ KSU പ്രവർത്തകർ ആരും ഉൾപ്പെട്ടിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഇനിയുള്ള അങ്ങോട്ട് പോവുകയാണെങ്കിൽ ആരെങ്കിലും ഉൾപ്പെട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നടപടി ഉണ്ടാകുമെന്നൊക്കെയുള്ള ആ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ABVP പിന്നീട് നമ്മുടെ ഈ പോളിടെക്നിക്കിലെ പ്രിൻസിപ്പൽ ഉപരോധിക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെ രാഷ്ട്രീയമായി കൂടി ഈ വിഷയം മാറുന്നുണ്ട്. അതിനപ്പുറത്ത് ഇന്നലെ ഈ പോളിടെക്നിക് പ്രിൻസിപ്പൽ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ചെറിയ തോതിലൊക്കെ എല്ലാ ക്യാമ്പസുകളിലും ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്, മുമ്പ് അറിയാം. പക്ഷേ ഈ രീതിയിൽ വലിയ മട്ടിൽ, വലിയ സൈസിൽ, വലിയ കൂടിയ അളവിലൊക്കെ കഞ്ചാവ് ലഹരി ഇങ്ങനെ സൂക്ഷിക്കുന്ന കാര്യം അതറിയില്ലായിരുന്നു. അതൊരു ഗൗരവമേറിയ വിഷയമാണെന്ന് പറയുന്നു. ഇപ്പൊ സർക്കാർ എങ്ങനെയാണ് ഇനി ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നത്? അപ്പം പോലീസിന്റെ അടുത്ത നീക്കം എന്താണ്? പ്രജിൻ, ഇതിൽ ഒരു രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ക്യാമ്പസിൽ ഇങ്ങനെ വലിയ തോതിൽ കഞ്ചാവ് പിടികൂടുക എന്നുള്ള ഗൗരവ സ്വഭാവത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം. ഇന്നലെയൊക്കെ കണ്ടത് പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ്. അതിൽ SFIയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് ഒരുപക്ഷെ ശരിയുമാണ്. SFI പോലെയുള്ള ഒരു സംഘടനയുടെ ഉന്നത തലത്തിലിരിക്കുന്ന ആൾ, ആ ക്യാമ്പസിന്റെ തന്നെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അഭിരാജ് ഇത്തരത്തിലൊരു സംഭവം അറിയാതെ പോയി, അല്ലെങ്കിൽ തൻ്റെ മുറിയിൽ ആരെങ്കിലും ഒളിച്ചു വെച്ചതാണ് കഞ്ചാവെങ്കിൽ പോലും അതിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞ അഭിരാജ് തള്ളുകയാണ് സംസ്ഥാന നേതൃത്വം. ഒപ്പം KSU തങ്ങളുടെ ആരും അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ നിലവിൽ റിമാൻഡിലുള്ള ആകാശ് KSUവിൻ്റെ സജീവ പ്രവർത്തകനാണ്. ക്യാമ്പസിലടക്കം KSUവിന് വേണ്ടി സജീവമായി ശബ്ദമുയർത്തുന്ന KSUവിൻ്റെ പരിപാടികളിൽ നിറസാന്നിധ്യമായ ഒരാൾ കൂടിയാണ് ആകാശ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആരോപണ വിധേയരായവരെ, അല്ലെങ്കിൽ കേസിൽപ്പെട്ട ആളുകളെ സംഘടനാ തലങ്ങളിൽ നിന്നും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തി മാതൃകാപരമായ നടപടി സ്വീകരിക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യേണ്ടത്. ഒപ്പം ലഹരിക്കെതിരെ ഒന്നായി ശബ്ദിക്കണം എന്നുള്ളൊരു ആവശ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഈ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് അപ്പുറത്തേക്ക് വിദ്യാർത്ഥി സംഘടനകൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പോലീസിൻ്റെ ഇടപെടൽ എന്തായാലും കൂടുതൽ ആളുകളെ ഇത്
അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ കൃത്യമായ അന്വേഷണം ഡാൻസാഫിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്നുമുണ്ട്. പരിശോധന ഇന്നലെ കൊണ്ട് അവസാനിപ്പിച്ചിട്ടുമില്ല. മറ്റ് ക്യാമ്പസുകളിലേക്ക് കൂടി ഈ പരിശോധന വ്യാപിപ്പിക്കുമെന്ന് പോലീസും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സാധാരണ സംഭവം എന്നുള്ള നിലയിൽ ഇതിനു മുമ്പും ചെറിയ തോതിലൊക്കെ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട് എന്നുള്ള പ്രിൻസിപ്പലിൻ്റെ നിലപാടും ദൗർഭാഗ്യകരമാണ്. എന്തായാലും ചെറിയ തോതിലാണെങ്കിൽ പോലും ക്യാമ്പസിലേക്ക് ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ കടന്നുവരവ് അത് തടയേണ്ടതാണ് എന്നുള്ള പൊതു അഭിപ്രായം ഉയരുന്നുണ്ട്. എന്തായാലും കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസിൻ്റെയും അതിന് നേതൃത്വം നൽകാനാണ് സർക്കാരിൻ്റെയും നിലപാട്. കൃഷ്ണ. ശരി, അശ്വിൻ പാലാഴിയാണ് ആ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.